ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോളർ കുർത്തീൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലൈനിങ്ങും നല്ല പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിനൊക്കെ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഫ്ലാറ്റ് കോളറാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടായിട്ടാണ് അടിച്ചെടുക്കുന്നത്. 4 ഇഞ്ച് വീതി 4 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ വരയിൽ കൂടെ ഒന്ന് അടിച്ചെടുത്താണ്ട് കട്ട് ചെയ്താണ് മറച്ചിടുന്നുണ്ട്. നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാതെ നല്ല പീസാണ് വെക്കണമെങ്കിൽ ഇതുപോലെ ക്യാൻവാസ് ഒന്ന് വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോളർ അതിൻ്റെ മുകളിൽ കൂടെയാണ് വരുന്നത്. നല്ല നൈസ് പീസാണ്. അത് മാത്രമല്ല ലൈനിങ്ങും ഉണ്ട്, അതുകൊണ്ടാണ് ഇതുപോലെ മുൻകഴുത്ത് അടിച്ചെടുക്കുന്നത്. കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ മറച്ചിടുന്നുണ്ട്. ഒരു പതിച്ചടിയും കൂടിയും കൊടുത്തതിന് ശേഷം തുണി തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിക്കും പോലെ കോളർ വെക്കണമെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ചെയ്യില്ല. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ കൂടെ കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനിയൊരു 5 ഇഞ്ച് നമ്മളതിന് നടുവൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 4-5 ബട്ടൺസ് വയ്ക്കണ അത്രയും ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ല പീസ് ലൈനിങ് ആയിട്ടൊന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ്. ഇനി ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു 1.5 ഇഞ്ചിൽ പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തൊരു പീസ് എടുത്തിട്ടുണ്ട്. 2 സൈഡും മടക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചത്. പിന്നെ നമ്മൾ അടിവശം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് പിടിക്കുന്നത്. ആ കോർണർ വശം ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് അവിടെ നിന്ന് നല്ല ശ്രദ്ധിച്ച് അടിച്ചതിന് ശേഷം നമ്മൾ നല്ല വലിച്ച് പിടിച്ച് നല്ല റെഡിക്കാണ് അടിച്ചെടുക്കുന്നത്. അവിടെ നമ്മൾ സൂചി നിർത്തി പിന്നെ തിരിച്ച് അങ്ങനെയൊന്നും എടുക്കണില്ല, ഒന്നിച്ചടിച്ച് പോവാണ്. ഇതങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് ചീത്ത വശത്തേക്കാണ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ ലാസ്റ്റ് എത്തുന്ന സമയത്ത് അതിനൊന്ന് ശരിക്ക് പിടിച്ചിട്ട് അവിടെ ഒരു അടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് തിരിച്ചിടുകയാണ്. ഇപ്പോൾ അതേപോലെ വന്നിട്ടുള്ളത് നല്ല റെഡിക്ക് കിട്ടിയിട്ടുണ്ട്. പീസ് കട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ക്യാൻവാസും ലൈനിങ്ങും ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നത്. നല്ല കട്ടിയുള്ള പീസിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. മുൻവശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് വശവും ഇതേമാതിരി അടിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കില്ല, സാധാ ഒരു പീസ് വെച്ചുകൊണ്ട് 2 പീസും കൂടി കഴുത്ത് വരച്ചുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷോൾഡർ കൂട്ടി എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അവിടെ അടിക്കണമൊന്നുമില്ല. ലൈനിങ് അതിൻ്റെ അടിവശം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും നല്ല പീസായിട്ടുള്ള കൂട്ടിവയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം. ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് 4 ഇഞ്ച് അകലത്തിലും 1 ഇഞ്ച് ഇറക്കത്തിലും നമ്മൾ വെട്ടി കൊടുക്കുകയാണ്.
നമ്മളിതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് കഴുത്ത് വെച്ചിട്ടാണ് നമ്മൾ സൈഡ് കൂട്ടുന്നത്. ഇത് അടിക്കണമൊന്നുമില്ല. കോളർ നെക്കാവുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അടിക്കുമ്പോഴാണ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് സൈഡും ഷോൾഡർ ഇതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കഴുത്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒന്ന് പതിച്ചടി കൊടുക്കണം. ഷോൾഡറിലും ബാക്ക് കഴുത്തും കൂട്ടി. പിന്നെ നമ്മൾ കഴുത്തൊന്ന് ശരിക്കും പോലെ പിടിച്ചൊന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് കൊടുത്ത് അളവ് എത്ര ഉണ്ടോ നോക്കുന്നുണ്ട്. നമുക്ക് അളന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം കോളർ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ 11 അപ്പോൾ നമ്മൾ 11 ഒരു കോളർ കട്ട് ചെയ്ത് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ പീസുമായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് മടക്കിയിടാൻ വേണ്ടിയിട്ട്. കോളർ വെക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് മുന്നിട്ടുണ്ട്, അതാണ് അതൊന്നും കാണിക്കാത്തത്. നമ്മൾ വേറൊരു പീസുമേ അയൺ ചെയ്ത ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത പീസ് വേറൊരു പീസായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. നമുക്കതിന് ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് കോളറിൻ്റെ ഷേപ്പാക്കി എടുക്കണം. നമ്മളതിൻ്റെ അടിവശം അടിച്ചു കൊടുത്തിട്ടില്ല, മെല്ലെ മടക്കി കൊടുത്തിട്ടുള്ളൂ. അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരടി പിന്നെയും വരും എക്സ്ട്രാ. അപ്പോൾ നമ്മൾ കോളർ കൂട്ടുമ്പോൾ ഒരുപാട് അടിയായും, അതുകൊണ്ടാണ് വെറുതെ മടക്കി വെച്ചിട്ടുള്ളത്. ഞാൻ അടിക്കുമ്പോൾ നിൽക്കാൻ വേണ്ടി നമ്മളതിന് മുകൾ വശം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടാക്കി പിടിച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് എത്ര വേണം അത് കണക്കാക്കിയിട്ട് ബാലൻസുള്ളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കഴുത്തും കോളറും തമ്മിൽ യോജിപ്പിക്കണം. കഴുത്ത് നല്ല കുടുങ്ങി കിടക്കണ്ട, കുറച്ച് വെടുത്ത് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ അകലായിട്ട് എടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ മുൻവശം ഒരു വശം പിടിപ്പിക്കും, എന്നിട്ടാണ് നമ്മൾ നടുവിന്ന് പിടിപ്പിച്ച് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ നടുവെന്ന് എടുത്താൽ ചിലപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ കോളർ കൂട്ടിനോടത്ത് റെഡിയായി കിട്ടൂല. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വെച്ചപ്പോൾ ഒന്ന് തല തിരിഞ്ഞു പോയി. ഇടയ്ക്കൊക്കെ പറ്റുന്ന ഫാൾട്ടാണത്. അപ്പോൾ എപ്പോഴും നോക്കി വേണം ചെയ്യാൻ. നമ്മൾ ബാക്കും മുന്നും നോക്കാതെ ചിലപ്പോൾ ചെയ്യും. നമ്മൾ ആ ഷോൾഡറിൻ്റെ വശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ക്യാൻവാസും കൂടി ഉള്ള കാരണം നല്ല കട്ടിപ്പാവും. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലുള്ളത് കോളർ ശരിക്കും നിൽക്കുക. ഒരു വശം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ വശവും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
കോളറിനൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്നത് കോട്ടൺ തുണിയിലാവണം നല്ല റെഡിയായി കിട്ടുക. നമ്മൾ സാവധാനം വേണം ചെയ്തെടുക്കാൻ. ഒന്നിന് വലിഞ്ഞ പിന്നെ കോളറിൻ്റെ അളവ് വ്യത്യാസം വരും. നമ്മൾ അടിച്ച് ലാസ്റ്റ് കിട്ടുമ്പോൾ ചുളിഞ്ഞ് കിടക്കും. ഞാൻ പതിച്ചടിയും കൂടി കൊടുത്താൽ കോളർ റെഡിയായി കിട്ടും. നമ്മളിവിടെ ഒരടി മാത്രം മതി വെച്ചിട്ടാണ് ആദ്യം ആ പീസ് ഉള്ളിക്കാക്കി അടിച്ചു കൊടുക്കാഞ്ഞത്. വെറുതെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഉള്ളിക്കാക്കിയിട്ട് നമ്മൾ ഒരു മോളടി കൊടുത്തിടുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു മേലടിയും കൂടി മുകളിൽ കൂടെ കൊടുത്ത് ഒന്നിച്ച് ആക്കിയെടുക്കുകയാണ്. കോളർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോൾഡറൊക്കെ ശരിയാക്കി കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചു കൊടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്ത് സൈഡും കൂട്ടാണ്. നമ്മൾ ഹിപ്പിൻ്റെ അവിടെയുള്ള അളവും കൂടെ നോക്കിയിട്ട് അതൊന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അളവിനേക്കാളും കുറച്ച് കുറവായിരുന്നു അടിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പുറത്തേക്ക് അടിച്ചിട്ട് ഒന്ന് അഴിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പണും കൂടി അടിച്ചെടുക്കുകയാണ്. അടിവശവും കൂടി മടക്കി അടിച്ചിട്ട് ഒരു മേലടി കൂടി കൊടുക്കണം. ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ലോക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് 4 ബട്ടൺസും കൂടെ കൊടുക്കണം.